ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു വചനം ഈ പ്രഭാതത്തിൽ നിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനം. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. വെറുതെ അല്ല ഈശോ പറയുന്നത്. ആഴമേറിയ വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് യാതൊന്നും ഈ ലോകത്തിൽ അസാധ്യമായിരിക്കില്ല. ആഴമേറിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ അതിൻ്റെ പരിപൂർണതയിൽ നിൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതിനെ വിശ്വാസം എന്ന് പറയുക. അത് ചേർന്നിരിക്കുമ്പോഴേ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴേ അത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവനും ഞാനും ഒന്നാണ്, അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ള ബോധ്യമുള്ളപ്പോൾ നിനക്കെല്ലാം സാധിക്കുന്ന പറയാം. ചേർന്നിരുന്നാൽ അവൻ്റെ ശക്തി നിന്നിലൂടെ, നിൻ്റെ വാക്കിലൂടെ, നിൻ്റെ പ്രവൃത്തിയിലൂടെ എല്ലാം വ്യാപരിക്കും. അത് ജീവിതത്തെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരഞ്ഞു. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയും. എപ്പോഴും ചേർന്നിരിക്കുവാൻ, ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ നിൻ്റെ ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി ദൈവമേ.